ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന നാളത്തെയും അതുപോലെ തന്നെ ഒരാഴ്ചയിലെ വിശേഷവുമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആദിയും ശ്രുതിയുടെ അമ്മയും വീട്ടിലുണ്ട്. അവർ ഇനി നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവർ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ നടന്നു. നമ്മുടെ ശ്രുതിയെ ചെറിയൊരു സംശയത്തിൻ്റെ രീതി സച്ചി നോക്കി കാണുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ ആദിയുടെ അമ്മയാണെന്നൊന്നും അല്ല, ആ ഒരു രീതിയിലല്ല നോക്കി കാണുന്നത്. പക്ഷേ എന്തൊക്കെയോ നമ്മുടെ ശ്രുതിക്ക് മാറ്റം ഉണ്ടെന്ന് നന്നായിട്ട് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് മനസ്സിലായി ഇനിയിപ്പം ഇവിടെ ശ്രുതിയുടെ അമ്മേനെയും കൊച്ചിനെയും നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന്. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്, എത്രയും പെട്ടെന്ന് പാക്കപ്പ് ചെയ്യണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കുകയാണ്. പാക്കപ്പ് ചെയ്യാനിട്ട് സച്ചി രേവതിയായിട്ട് സമ്മതിക്കുന്നുമില്ല. അങ്ങനെ നമ്മുടെ ആദിമോൻ്റെ കണ്ണഴിക്കുന്ന ദിവസം വന്നു കേട്ടോ. ഈ കണ്ണഴിക്കുന്ന ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ആദിമോൻ പറഞ്ഞിരുന്നു എനിക്ക് ആദ്യം കാണേണ്ടത് എൻ്റെ അമ്മയാണെന്ന്. അതുകൊണ്ട് ശ്രുതി ആ ഒരു സമയത്ത് ആ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ നമ്മുടെ ശ്രുതിയോട് കുറച്ച് നുണകളൊക്കെ പറഞ്ഞിട്ട് വേണം പോകാനായിട്ട്. മാത്രമല്ല ഹോസ്പിറ്റലിൽ സച്ചിയും രേവതിയും കൂടിയാണ് കുട്ടീനെ കൊണ്ടുപോയത്. കൂടെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും ഉണ്ട്. എന്നാലും അവിടെ കണ്ണു വെട്ടിച്ചൊക്കെ ചെല്ലണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നമ്മുടെ ശ്രുതി സ്വന്തം മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നുണ്ട്. പല കള്ളങ്ങൾ നമ്മുടെ ശ്രുതിയോട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. വേറെ ഒരു കള്ളവും അല്ല പറയുന്നത്. എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം, ഒരു ക്ലയൻറ്റ് അത്യാവശ്യമായിട്ട് എന്നെ കാണാൻ വന്നിരിപ്പുണ്ട്, അപ്പോൾ എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതിയോട് കള്ളം പറഞ്ഞിട്ട് പോകുന്നത്. ഇതിലും ശ്രുതിക്ക് ഒറ്റയ്ക്ക് ആ ഒരു ബിസിനസ് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം അറിയാമല്ലോ, നമ്മുടെ ശ്രുതി വെറും പൊട്ടനാണ്. അപ്പോൾ ശ്രുതിയുടെ കൂടെ എപ്പോഴും ശ്രുതി വേണമെന്നാണ് ശ്രുതി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ശ്രുതിനെ തിരിയാനായിട്ട് സമ്മതിക്കാത്തത്. ഒരു കുറച്ച് നേരമെങ്കിലും ശ്രുതി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ തകിട്ടം മറിഞ്ഞു. പക്ഷെ അതൊന്നും നോക്കുന്നില്ല നമ്മുടെ ശ്രുതി തൻ്റെ കുട്ടീനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. അപ്പം ആദ്യം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന രേവതിനെയും സച്ചിനെയും ശ്രുതിയുടെ അമ്മേനെയും അതുപോലെ നമ്മുടെ ആദിമോനെയാണ്. അങ്ങനെ ആദിമോൻ്റെ കണ്ണിങ്ങനെ പതുക്കെ അഴിക്കാം, ഓക്കെ ആയി എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ രേവതി സച്ചിയും വെളിയിലിരിക്കുകയാണ്. അപ്പോൾ വെളിയിലിരിക്കുന്നു രേവതി സച്ചി. ആ ഒരു സമയത്ത് എന്തോ ഭക്ഷണം കഴിക്കാനോ അങ്ങോട്ട് മാറി ആ ഒരു സമയത്താണ് ഈ കെട്ടഴിക്കുകയും ചെയ്യുന്നത്. ഭാഗ്യവശാൽ ആ ഒരു സമയത്താണ്. അപ്പം നമ്മുടെ ശ്രുതിക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ കുട്ടീനെ. അപ്പം ഇങ്ങനെ കെട്ടഴിക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ അമ്മയാണെങ്കിൽ ശ്രുതി ഇതുവരെ വന്നുമില്ല. അപ്പോൾ കുട്ടിക്ക് അമ്മേനെ കാണാൻ പറ്റില്ലായിരിക്കും എന്ന് തന്നെ വിചാരിച്ചിരിക്കുക. ഇനിയിപ്പം പറ്റില്ലല്ലോ, അമ്മേനെ കാണാൻ പറ്റില്ലല്ലോ. അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കെട്ടഴിക്കുമ്പോൾ അമ്മേനെ കാണണം എന്നുള്ളത്. കുട്ടി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുമുണ്ട് അമ്മ വന്നോ എന്ന്. അപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്, മോനെ നീ ക്ഷമിക്കുക, അമ്മ വരുമെന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ സമാധാനപ്പെടുത്തി ഇരിക്കുകയാണ്. അങ്ങനെ പതിയെ ഓരോ കെട്ടായിട്ട് ഇങ്ങനെ അഴിച്ചപ്പം കുട്ടി ഫസ്റ്റ് ഇങ്ങനെ കണ്ണ് തുറന്നതും ആ ഹോസ്പിറ്റലിൻ്റെ ആ റൂമിൻ്റെ വാതിക്കൽ തന്നെ നമ്മുടെ ശ്രുതി നിൽക്കുകയാണ്. കുട്ടിക്ക് സന്തോഷമായി. കുട്ടി നോക്കിയിട്ട് നല്ലോണം ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഒരു വാത്സല്യത്തോടു കൂടിയുള്ള ചിരി. നമ്മുടെ ശ്രുതിയും ചിരിച്ചു. ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു കണ്ണ് തുറന്നിട്ട് മോനെല്ലാം കാണാൻ സാധിക്കുന്നില്ലേ? കാണാൻ സാധിക്കുന്നുണ്ട് ഡോക്ടർ. എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതെ, ഇനിയിപ്പം നിങ്ങൾക്ക് പോകാം, നാട്ടിലേക്ക് പോകാം, കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി, അല്ലാതെ ഇങ്ങോട്ട് ഇനി വന്ന് ബുദ്ധിമുട്ടൊന്നും വേണ്ട, കുട്ടി ഓക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയി. ഈ സമയത്ത് ശ്രുതി കയറി വന്നു. മോനെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ മോൻ പറഞ്ഞു അമ്മ വന്നല്ലോ അല്ലേ, ഞാൻ അമ്മേനെ തന്നെ ആദ്യം കാണണമെന്ന് ഓർത്തിരുന്ന, ഏതായാലും അമ്മ വരുമല്ലെന്നാണ് ഞാൻ ഓർത്തത്, പക്ഷേ എൻ്റെ അമ്മ വന്നല്ലോ ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിക്ക് ഉമ്മ കൊടുക്കുന്നു. ശ്രുതിയും തിരിച്ച് ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ അവർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശ്രുതി പറയുന്നുണ്ട് ഇനിയെങ്കിലും അമ്മ ഒരു കാര്യം ചെയ്യണം, ഇങ്ങോട്ടേക്ക് വരാതിരിക്കണം, ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത്. നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഇനി എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മീരേനെയെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. അറിയാമല്ലോ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന്. എൻ്റെ അമ്മായിയമ്മ അത്രയ്ക്ക് വെടുപ്പുള്ള ആളൊന്നും അല്ല. എൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. ആ രേവതീനെ അവിടെ വട്ടക്കൊട്ടയിൽ വെള്ളം കോരിക്കുകയാണ്. അപ്പം ആ ഒരു നിലയ്ക്ക് നിങ്ങളും കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥിതി എനിക്കും വരും. അതുകൊണ്ടല്ലാതെ എൻ്റെ മോനോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അമ്മ വരാട്ടോ, അമ്മ മോന് വരികയും മോൻ്റെ സ്കൂളിൽ വരികയും എല്ലാവരോടും മോനെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താന്നൊക്കെ പറയാം. അപ്പോൾ ഈ അമ്മ എന്നുള്ള വാക്കുകൾ കൂടുതൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്താണ് നമ്മുടെ രേവതി സച്ചിയും കയറി വരുന്നത്. ആ ഒരു സമയത്ത്
പെട്ടെന്ന് ഇമോഷണലായിട്ട് നിൽക്കുന്ന നമ്മുടെ ശ്രുതിനെ കാണുന്നു, അമ്മ എന്ന് അവിടെ പറയുന്നു. അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതിയും സച്ചിയും വന്നു. രേവതി ചോദിച്ചു, ഇതെന്ത് പറ്റി ശ്രുതി, നീ എന്താ ഇവിടെ, നീ എന്താ ആദ്യം കാണാൻ വന്നാണോ? അത് പിന്നെ ഞാൻ ആദ്യം കാണാൻ വന്നൊന്നുമല്ല. എന്ത് പറ്റി, മുഖത്തൊരു വല്ലാത്ത ഭാവമാറ്റം? അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രുതി? അല്ല ശ്രുതി എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കെറ്റിൽ കൊടുക്കാൻ വന്നില്ലായിരുന്നു, അന്ന് കുറച്ച് പേരുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ അവർക്ക് ഇന്ന് കെറ്റിൽ കൊടുക്കണമായിരുന്നു, അതിനുവേണ്ടി ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഓ അതാണല്ലേ. പക്ഷേ ഇവിടെ ഒരു അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു, അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞത്, അത് പിന്നെ മോൻ എപ്പോഴും ഇപ്പം അമ്മ അമ്മ എന്നൊരു ചിന്തയാണ്, അപ്പം അതുകൊണ്ടാണ്. അപ്പം ശ്രുതിനെ കണ്ടപ്പോൾ ഇമോഷണലായി പോയി എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, ഓ ഓ ഓ ഓ ഓ എനിക്ക് മനസ്സിലായി ഇമോഷണലായി പോകാൻ കാരണം എന്താണെന്ന്. ശ്രുതി അമ്മയായിട്ട് കുട്ടി അങ്ങ് സങ്കല്പിച്ചു. പൗഡർ എടുത്ത് ഇന്നലെ ചോറൊക്കെ വാരി കൊടുത്തില്ലേ, അപ്പം ആദിമോന് അമ്മയോടുള്ള സ്നേഹം തോന്നിക്കാണും എൻ്റെ പൗഡർ എടുത്തിയോടും. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞ, അത് ശരിയായിരിക്കും സച്ചേട്ടാ, ശ്രുതി അങ്ങനെ ആ കൊച്ചു കുട്ടികൾ ഈ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ സ്നേഹം അനുഭവിച്ച് വളരാത്ത കുട്ടികളുണ്ടല്ലോ, അങ്ങനെയൊക്കെ തന്നെയാണ്. ആരെങ്കിലും സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് അമിതമായിട്ട് സ്നേഹിക്കും. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതെനിക്ക് വേറെ ആരോടും അല്ല പറയാനുള്ളത്, ആൻറ്റിയോടാണ്. ആൻറ്റിയുടെ ഈ മോന് സ്നേഹം കൊടുക്കാൻ പറ്റിയ ഒരാളുണ്ട്, അത് വേറെ ആരുമല്ല, ആൻറ്റിയുടെ മോളാണ്. ആൻറ്റിയുടെ മോൻ്റെ, അതായത് ആ കുട്ടിയുടെ സഹോദരൻ്റെ മോനാണല്ലോ ആദി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ അമ്മയെപ്പോലെ കരുതാനും അമ്മയെപ്പോലെ സ്നേഹിക്കാനും ഒക്കെ ആ കുട്ടിക്കേ കഴിയത്തുള്ളൂ. ആ കുട്ടിയെ ഗൾഫിൽ നിർത്താതെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. ഞാൻ നമ്പർ ചോദിച്ചിട്ട് ആൻറ്റി തന്നില്ലല്ലോ, ആൻറ്റി നമ്പർ തരുവാണെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അയ്യോ വേണ്ട മോളെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ, എല്ലാം അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം അവൾ ഉടനെ ശരിയാക്കാന്നാണ് പറഞ്ഞത് എന്നും പറഞ്ഞു ശ്രുതിയുടെ മുഖത്തേക്ക് ഒരു നോട്ടം നമ്മുടെ ശ്രുതിയുടെ അമ്മ നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഒത്തിരി നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചളമാകും കുളമാകും എന്ന് നമ്മുടെ ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ശ്രുതി എന്ത് ചെയ്യുന്നു, അവിടുന്ന് പതുക്കെ മുങ്ങുകയാണ്. എനിക്ക് പോകുവാണ് ഞാൻ, എനിക്ക് പോകണം, ഇനിയിപ്പം ബ്യൂട്ടി പാർലറിൽ പോകാനുണ്ട്, കൂടെ കടയിലൊക്കെ പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ രേവതി പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് മുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് സച്ചിയും രേവതിയും കൂടിയാണ് ഇവരെ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്, കൊണ്ടൊക്കെ വിടുന്നത് കേട്ടോ. ഏതായാലും അതൊക്കെ സെറ്റിലാക്കി, ഏതായാലും നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഇവരെ സെറ്റിലാക്കി നാട്ടിലേക്കൊക്കെ വിട്ടു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമല്ല, രാത്രിയായിട്ടോ. രാത്രി ആയപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ ഇങ്ങനെ വരികയാണ്. അതായത് തൻ്റെ മകൻ ഇത്രയും ദിവസം അടുത്തുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയത്, നിനക്ക് നല്ല വിഷമമുണ്ടല്ലോ, നീ നല്ല ടയേർഡാണോ, എന്താ നിനക്ക് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ, എനിക്ക് പ്രശ്നമൊന്നുമില്ല ശ്രുതി എന്നിങ്ങനെ പറയില്ല, എന്തോ ഉണ്ട്. സാധാരണ നമ്മൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്, ആ പയ്യനും ആ സ്ത്രീയും കൂടെ പോയില്ലേ, ഓ മടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെ, അവരാദ്യമായിട്ടാണ് AC ഒക്കെ കാണുന്നത്. ഞാനവരുടെ വീട്ടിൽ പോയി അവരെ കണ്ടിട്ടുണ്ട്. അവരുടെ വീടിന് അത്രയ്ക്ക് വൃത്തിയും എടുപ്പൊന്നുമില്ല, ഒരു ചെറിയൊരു മാട്ട വീടാണ്. ഈ പണ്ടത്തെ കൂട്ടൊക്കെ വീടില്ലേ, അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അതുപോലെ തന്നെ ആരുമില്ലാത്ത അനാഥയം കണ്ടാന്നേ ആ ചെറുക്കൻ കൊച്ചിനെ കണ്ടറിയാം, ഒരു വൃത്തിയും മേനയും ഇല്ല ആ കൊച്ചിന്. ആ കൊച്ചിൻ്റെ അമ്മയും അച്ഛനും ഇല്ലാത്തതിൻ്റെ കുറവൊക്കെ ആയിരിക്കും. ഇങ്ങനെയുണ്ടോ പിള്ളേരെ? എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ട്, അതിനെ കാണുമ്പോൾ ഉണ്ടല്ലോ എന്തോ പോലെ തോന്നും. എന്തിനാ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞൊക്കെ നടക്കുന്നത്, മറ്റു വീടുകളിൽ പോയി താമസിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അതൊക്കെ ഇച്ചിച്ചി കാര്യമല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യം വരിക. സ്വന്തം മോനെക്കുറിച്ചോ അമ്മേനെക്കുറിച്ചോ അല്ലേ ഇത് പറയുന്നത്. ഇത് കേട്ടോണ്ട് നിൽക്കാൻ നമ്മുടെ ശ്രുതിക്ക് പറ്റുമോ? ശ്രുതി പറഞ്ഞു, നിർത്ത് ശ്രുതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി പെട്ടെന്ന് ചോദിച്ചാൽ, നീ എന്തിനാ അവരെക്കുറിച്ച് പറയുമ്പോൾ ദേഷ്യപ്പെടുന്നത്? എൻ്റെ പൊന്നു ശ്രുതി ജനിച്ചപ്പോഴേ AC-യും കൊട്ടാരവും വീടും ഒക്കെ ആയിട്ടാണ് വന്നത്? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ വന്നത്. ഒരു മനുഷ്യരെ കുറ്റപ്പെടുത്തുന്നതിലും ഒരു മനുഷ്യരെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നതിനും ഒരു പരിധിയുണ്ട്. ദൈവം നമ്മളെ ശിക്ഷിക്കും. ശ്രുതി, ഒരു ദിവസം നമുക്കൊക്കെ ഇതില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, എനിക്കിതൊന്നും പറയുന്നത് ഇഷ്ടമല്ല. അയ്യോ ഇത് കൊള്ളാലോ ശ്രുതി, ഞാനിപ്പോൾ പറയുന്നത് നിൻ്റെ അമ്മേനെക്കുറിച്ചും നിൻ്റെ മോനെക്കുറിച്ചും വന്ന് തോന്നൂലോ, നിൻ്റെ ഈ വിഷമം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കേട്ടത് നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടിപ്പോവാണ്. ഒന്നും കൂടെ അങ്ങ് അന്താളിച്ച് നോക്കിയപ്പോഴത്തേക്കും, അല്ലെന്നേ ഞാൻ ഉദ്ദേശിച്ചത്, ഏതായാലും പാവങ്ങളെ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ശ്രുതി? ഞാൻ അതും കൊണ്ടാണ്, എനിക്ക് ആ കുട്ടിയോട് സ്നേഹക്കുറവൊന്നുമില്ല. ഒരു കുട്ടി, ആ കുട്ടിക്ക് അച്ഛനും അമ്മയും ഇല്ല, അവരെങ്ങനെയും ജീവിച്ചോട്ടെ, നമ്മൾ എന്തിനാ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത്? അതുമാത്രമല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിത് സഹിക്കുമോ? അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ അതായിരുന്നോ? ഏതായാലും നമ്മുടെ റൂം കുറേ ദിവസം കൂടി ഇന്ന് നമുക്ക് കിട്ടിയതല്ലേ, നമുക്ക് കയറി കിടക്കാമെന്നും പറഞ്ഞ് ഇവർ കയറി കിടക്കാണ് കേട്ടോ. ഏതായാലും നേരം പരപരാ വെളുക്കുന്നു. നേരം പരപരാ വെളുത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അവിടെ വേറൊരു സംഭവം നടക്കുകയാണ്. നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ ഒരു കല്യാണം വിളിക്കാൻ വരിക, സച്ചിയുടെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണം.
അപ്പം പെങ്ങടെയല്ല സോറി സഹോദരൻ്റെ കല്യാണം വിളിക്കാൻ സച്ചിയുടെ കൂട്ടുകാരൻ വരും. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. ഈ ഒരു സമയത്ത് സച്ചിയുടെ കൂട്ടുകാരൻ കല്യാണം വിളിക്കാൻ വരുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ വരുന്നു, നമ്മളെ സച്ചി കയറ്റി അകത്തിരുത്തുന്നു. സച്ചി കയറ്റി അകത്തിരുത്തി കഴിയുമ്പോഴത്തേക്കുമാണല്ലോ ആണെങ്കിൽ കല്യാണക്കുറി കൊടുക്കുകയാണ്. അപ്പോൾ ആ കല്യാണക്കുറി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇത് നിന്റെ ഏട്ടന് നേരത്തെ ഉണ്ടായിരുന്ന ആ ലൗറിൻ്റെ അല്ലല്ലോ ഈ പേര്. ഓ അതൊക്കെ വൻ പരാജയം എൻ്റെ പൊന്ന് സച്ചി, അതൊക്കെ ആ പെണ്ണിൻ്റെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയി. ഇത് ആ പെണ്ണല്ല, ഇത് അറേഞ്ച് മാരേജിലാന്ന് പറഞ്ഞപ്പോൾ ആണല്ലേ, അറേഞ്ച് മാരേജ് ആണേലും എൻ്റെ മാരേജ് ആണേലും നീ സൂക്ഷിച്ചോണം കേട്ടോടാ. കാരണം നിന്റെ ചേട്ടനെങ്ങാണം ഈ ഒരു സമയത്ത് ആ പെണ്ണിനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിന്റെ തലയിൽ കയറും ആ കല്യാണ പെണ്ണ്, പിന്നെ നീ അനുഭവിക്കും. ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. കാരണം രേവതിനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയല്ലേ നമ്മുടെ സച്ചി അവിടെ സംസാരിക്കുന്നത്. കാരണം രേവതി തലയിൽ വന്ന് കയറിയതാണ് അതുകൊണ്ട് എന്നുള്ള രീതിയിൽ ആർക്കാണെങ്കിലും തോന്നും. അവിടെ ഇരുന്നോ നമ്മുടെ ശ്രുതിയും അതുപോലെ ചന്ദ്രയും കൂടെ ഒരൊറ്റ ചിരിയും ചിരിച്ചു. അപ്പോഴത്തേക്കും കൂടുതൽ സങ്കടം നമ്മുടെ രേവതിക്ക്. സച്ചിയുടെ വായിൽ നിന്ന് ഒരിക്കലും ഇപ്പം അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം സച്ചി നാഴികയ്ക്ക് 40 വട്ടം തൻ്റെ ഭാര്യ നല്ലവളാണ്, തൻ്റെ ഭാര്യയാണ്, തൻ്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലേ. അപ്പോൾ അതിനിടയിൽ ഇതാണ് സച്ചിയുടെ മനസ്സിലിരിപ്പെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. സച്ചി ആണെങ്കിൽ വിടുവായി തരത്തിൽ അതങ്ങ് പറഞ്ഞതാണ്. അതായത് ഇങ്ങനെ എന്തേലും പറയണമല്ലോ എന്ന് ഓർത്തിട്ടൊരു തമാശക്കെട്ട് പറഞ്ഞും പോയി, കയ്യിൽ നിന്ന് പോയി താനും. സച്ചിയാണെങ്കിൽ അത് പിന്നെ ഓർക്കുന്നു പോലുമില്ല. രേവതിനെ ആണെങ്കിൽ നമ്മുടെ ചന്ദ്ര അങ്ങ് കളിയാക്കാൻ തുടങ്ങിയില്ല. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേടി രേവതി, നീ എന്തായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്? അയ്യോ 1ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. അവൻ ഇതെല്ലാം പ്രഹസനമാടി, നിന്നോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല, വെറും പ്രഹസനം. എല്ലാവരെയും കാണിക്കണം, ആ ഒരു പ്രഹസനത്തിന് വേണ്ടി മാത്രമാടി. നിന്നോട് സ്നേഹമില്ലെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ല മോനെ. ശ്രുതി പറഞ്ഞത് കേട്ടോ, അവളെ ഒരു ബാധ്യതയാണെന്ന്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ രേവതിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. രേവതി അങ്ങ് വല്ലാണ്ടാവുകയാണ്. രേവതിക്ക് ഇതുപോലെ മനോവിഷമവും ഇല്ല. അങ്ങനെ രേവതി ആ ഒരു സമയത്ത് ഒന്നും ഉണ്ടാക്കാതെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റും ഇല്ല, ഒന്നുമില്ല. രേവതിയോട് ചന്ദ്ര അങ്ങ് ചൂടായി, നീ എന്താ ഇവിടെ ഒന്നും ഉണ്ടാക്കാത്തേന്ന് ചോദിച്ചു. എല്ലാവരും വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പം രേവതി പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഇന്ന് ഉണ്ടാക്കാൻ, അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. കഴിക്കണമെങ്കിൽ നിങ്ങൾക്കും കൈ ഉണ്ടല്ലോ, കാലും കൈയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് നടന്നു പോയി കിച്ചണിൽ പോയി ഉണ്ടാക്കത്തില്ലേ? നിങ്ങൾ ABC ജ്യൂസോ എന്നൊക്കെ കുടിക്കുന്നതല്ലേ, നിങ്ങൾക്ക് അതൊക്കെ കുടിക്കത്തില്ലേന്ന് ചോദിച്ചു. ശ്രുതിയും വന്നു, അവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. വർഷയും ശ്രീകാന്തും വന്നു, അവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. സച്ചിക്ക് അറിയത്തുമില്ല ഇതെന്താ രേവതിക്ക് പറ്റിയെന്ന്. പക്ഷെ സച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിർബന്ധിക്കത്തുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി അങ്ങോട്ട് നിർബന്ധിക്കുന്നുമില്ല. പക്ഷേ രേവതിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ചന്ദ്ര പറഞ്ഞു, നിന്റെ മനസ്സിലിരിപ്പം നീ ഇപ്പോൾ കാണിക്കുന്നതേ സച്ചിയോടുള്ള വാശിയല്ലേടി. എടാ നീ പറഞ്ഞില്ലേ ഇവളൊരു ബാധ്യതയാണെന്ന്, നീ കല്യാണം നിന്റെ ചേട്ടനെ ഓടിപ്പോയപ്പം നിന്റെ തല കയറിയതാണെന്ന്, അതിൻ്റെ ചുരുക്കായി വെക്കെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് സച്ചി ഓർത്ത്, എൻ്റെ ദൈവമേ ഞാനത് പറഞ്ഞു പോയല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയുടെ മുമ്പിൽ ചെന്നിട്ട് പറയുക, അയ്യോ രേവതി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലടി മോളെ, നീ മനസ്സിലാക്കുക. എവിടെ നിന്ന് രേവതിക്ക് കലി വന്നിട്ട് രേവതി പറഞ്ഞു, എൻ്റെ പൊന്ന് സച്ചേട്ട ഒന്ന് മാറി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ അമ്മ വിളിക്കുന്നുണ്ട്. രേവതിക്ക് കലി വന്നിട്ട് രേവതിയുടെ അമ്മയോട് വെച്ചിട്ട് പൊക്കേ ഫോണ്, എനിക്കൊന്നാമത് ഇവിടെ സമാധാനം ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ രേവതിയുടെ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. ഏതായാലും ഇതിനിടയിൽ നമ്മുടെ സച്ചി അങ്ങാണ്ട് പുറത്തേക്ക് മാറിപ്പോയി. തിരിച്ചു വരുമ്പോൾ നമ്മുടെ രേവതിനെ കാണുന്നില്ല. നമ്മുടെ രേവതി മിസ്സിങ് ആണ്. നമ്മുടെ രേവതിനെ തപ്പിയുള്ള ഓട്ടവും നെട്ടോട്ടവും ആണ് പിന്നെ സച്ചി. അയ്യോ ഒന്നും പറയേണ്ടതില്ല. നമ്മുടെ രേവതിനെ കാണാതെ പോയ സച്ചി സഹിക്കുമോ? അതിനിടയിൽ ആൻ്റണീനെ സംശയിക്കുന്നു. ആൻ്റണിക്കോടെ അടുത്ത് പോയി വഴക്കുണ്ടാക്കുന്നു. രേവതിയുടെ വീട്ടിൽ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ ദേവുവിന് സംശയം തോന്നി ആൻ്റണിയുടെ അടുത്തേക്ക് സച്ചിനെ പറഞ്ഞു വിടുന്നത്. അവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. ആൻ്റണിക്കാണെങ്കിൽ ഒട്ടും അറിയത്തുമില്ല. ആൻ്റണി തട്ടിക്കൊണ്ട് പോയിട്ടുമില്ല കേട്ടോ. മനസ്സാവാചാ കർമ്മണ ആൻ്റണി അത് ചെയ്തിട്ടുമില്ല. ഏതായാലും ആൻ്റണി വെറുതെ ഇരിക്കുമോ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ വരെ നമ്മുടെ സച്ചി പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്തൊരു അടിപൊളി വിശേഷമാണ് നമ്മളിനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഏതായാലും രേവതി തിരിച്ച് വീട്ടിലെത്തും. രേവതി വേറെ എങ്ങോട്ടേക്കും പോയതൊന്നുമല്ല, പൂ കൊടുക്കാനായിട്ട് എവിടെയും കണ്ട് പോയതാ. വാശിക്ക് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. രാവിലെ പോകും നമ്മുടെ രേവതി തിരിച്ചു വരും. രേവതി വിചാരിച്ചാണ്
സച്ചി ഇച്ചിരി അങ്ങ് പേടിച്ചോട്ടെ എന്ന് നമ്മളും അങ്ങനെയൊക്കെ ഓർക്കുമല്ലേ. വഴക്കൊക്കെ കൂടുമ്പോഴത്തേക്കും നമ്മളും ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മാറി നിൽക്കാം, അല്ലെ പറയാതെ ഇറങ്ങിപ്പോകാം എന്നൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ പെണ്ണുങ്ങൾ വിചാരിക്കും. എന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല കേട്ടോ, എനിക്ക് അതിനുള്ള ധൈര്യമില്ല. അങ്ങനെ എങ്ങാനും വല്ലതും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും, പിന്നെ പോലീസ് നമ്മളെയും തപ്പി വരും. അപ്പം നമുക്കതിനുള്ള ധൈര്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ രേവതിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. രേവതി ഇറങ്ങി പോവുകയും ചെയ്തു. അവിടെ ഇവിടെയും കറങ്ങിയിട്ടൊക്കെ രേവതി വൈകിട്ട് വന്നു. കറങ്ങിയിട്ട് വരികയല്ല, എന്തോ പൂവൊക്കെ കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏതായാലും സച്ചിയുടെ രേവതിയുടെ പിണക്കവും പരിഭവവും ഒക്കെ അതോടുകൂടി അങ്ങ് മാറും. രേവതിനെ കണ്ടു കഴിയുമ്പോൾ സച്ചി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിശേഷമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഒരാഴ്ചയിലെ ഫുൾ വിശേഷം ഞാൻ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അലീനയുടെ വിശേഷം നമ്മൾ നാളത്തെ വിശേഷവും നെക്സ്റ്റ് വീക്ക് പ്രമോയൊക്കെ റിയൽ സ്റ്റോറിക്കകത്ത് ഇടുവേ. അതുപോലെ നയനയുടെയും ആദർശിൻ്റെ നമ്മൾ ഇതിനകത്ത് വിടും കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.